കോൺഗ്രസ് പാർട്ടിയിലെ കുടുംബാധിപത്യത്തിനെതിരെ ശക്തമായ വിമർശനമുയർത്തി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ ലേഖനമെഴുതിയത് പ്രോജക്റ്റ് സിൻഡിക്കേറ്റ് എന്ന പോർട്ടലിലാണ്. ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയാണ് എന്നാണ് ലേഖനത്തിൽ ശശി തരൂരിൻ്റെ വാദം. കോൺഗ്രസ് മാത്രമല്ല, DMK, RJD, BJD, NCP, ശിവസേന, സമാജ്വാദി പാർട്ടി, നാഷണൽ കോൺഫറൻസ്, PDP, ശിരോമണി അകാലിദൾ തുടങ്ങിയ ഒട്ടുമിക്ക ഇന്ത്യൻ പാർട്ടികളുടെയും കുടുംബാധിപത്യ സ്വഭാവം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന പ്രധാന വെല്ലുവിളിയായി അദ്ദേഹം കുടുംബാധിപത്യത്തെ വരച്ചുകാട്ടുന്നു. യോഗ്യത എന്ന മാനദണ്ഡത്തെ അട്ടിമറിച്ച് കുടുംബാധിപത്യം വാഴുന്നതോടെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് വരുന്ന അപചയമാണ് തരൂരിൻ്റെ ലേഖനത്തിൻ്റെ ഊന്നൽ. പക്ഷേ ലേഖനത്തിൽ BJPയിലെ നേതാക്കളുടെ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നേയില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ ജയ് ഷാ എങ്ങനെ BCCI പ്രസിഡന്റായി എന്ന കാര്യം തരൂരിൻ്റെ ലേഖനത്തിൽ പരാമർശിക്കുന്നില്ല. മുൻ കേന്ദ്രമന്ത്രി വേദ് പ്രകാശ് ഗോയലിൻ്റെ മകൻ പീയൂഷ് ഗോയൽ കേന്ദ്രമന്ത്രിയാവുന്നതോ, മുൻ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേംകുമാർ ധുമാലിൻ്റെ മകൻ അനുരാഗ് ഠാക്കൂർ കേന്ദ്രമന്ത്രിയാവുന്നതോ തരൂരിൻ്റെ ദൃഷ്ടിയിൽ കുടുംബാധിപത്യം ആവുന്നില്ല. നിലവിലെ മോദി മന്ത്രിസഭയിലെ 15 മന്ത്രിമാരെങ്കിലും കുടുംബ രാഷ്ട്രീയത്തിൻ്റെ പിന്മുറക്കാരാണെന്നും തരൂർ ലേഖനമെഴുതുമ്പോൾ മറന്നുപോകുന്നു. ഒരുപക്ഷെ പരാമർശിക്കാൻ മറന്നുപോയതാകാം. പക്ഷേ തരൂർ മറന്നുപോകരുതാത്ത ഒരു കാര്യം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്നതാണ്. അവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും RJDയും BJPക്കെതിരെയാണ്. BJPയുടെ ബീഹാറിലെ പ്രധാന പ്രചാരണായുധം പരിവാർവാദ് അഥവാ കുടുംബാധിപത്യമാണ്. അപ്പോഴാണ് തരൂർ ആ വാദം തൻ്റെ ഒരു രാഷ്ട്രീയ ലേഖനത്തിൻ്റെ വിഷയമാക്കുന്നത്. തരൂർ എന്ന ലോകം കണ്ട മികച്ച നയതന്ത്രജ്ഞനും എഴുത്തുകാരനും അക്കാര്യം മറന്നുപോകുന്നതിന് പ്രശ്നമില്ല. പക്ഷേ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം അത് മറന്നുപോകുമ്പോൾ അക്കാര്യം ആരെങ്കിലുമൊക്കെ ഓർമ്മിപ്പിക്കേണ്ടതാണ്. എന്തായാലും BJP വക്താവ് ഷെഹസാദ് പൂനെവാല തരൂരിനെ ലേഖനത്തിൻ്റെ പേരിൽ അഭിനന്ദിച്ചു. അപകടകാരിയായ കളിക്കാരൻ എന്നാണ് സ്വന്തം പാർട്ടിയെ വിമർശിക്കുന്ന തരൂരിനെ പൂനെവാല വിശേഷിപ്പിച്ചത്. തരൂരിൻ്റെ വിമർശനങ്ങൾ പലതും പരോക്ഷമാണെങ്കിലും അദ്ദേഹം ആ വിമർശനം ഉയർത്തുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അതിൻ്റെ മൂർച്ച കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ പരോക്ഷമെങ്കിലും അദ്ദേഹം ഉയർത്തുന്ന വിമർശനങ്ങൾ ബോധപൂർവമാണെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു. തരൂർ കോൺഗ്രസിനുണ്ടാക്കിയ തലവേദനകൾ നാൾക്ക് നാൾ മൂർച്ഛിച്ചു വരുന്നതാണ് നാം കാണുന്നത്. ശശി തരൂർ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ ഉപരി ഒരു ആഗോള ബുദ്ധിജീവിയും എഴുത്തുകാരനും ലോകം മുഴുവൻ ശ്രോതാക്കളുള്ള ഒരു പ്രഭാഷകനുമൊക്കെയാണ്. ചെറുപ്പക്കാരാണ് അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം. ലോകത്തെവിടെയും രാഷ്ട്രീയക്കാർക്കില്ലാത്ത പല ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട്. പാണ്ഡിത്യവും വാഗ്മിത്വവും ഒരേ സമയം രാഷ്ട്രീയക്കാരിൽ സമ്മേളിക്കാറില്ലല്ലോ. ട്വിറ്ററിൽ അക്കൗണ്ട് തുറന്ന ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയക്കാരിലൊരാളാണ് അദ്ദേഹം. തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെവിടെയാണ് എന്ന് അദ്ദേഹത്തിന് അന്നേ അറിയാമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റുകളോട് റിയാക്ട് ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. ഭൂരിഭാഗവും 18നും 30നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കും. 2023 യൂത്ത് കി ആവാസ് യുവാക്കൾക്കിടയിൽ നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയത് തരൂരായിരുന്നു. ഏത് രാഷ്ട്രീയ നേതാവിനൊപ്പം കാപ്പി കുടിക്കാനാണ് താല്പര്യമെന്നായിരുന്നു അവരുടെ ചോദ്യം. നഗരവാസികളായ എലീറ്റ് ചെറുപ്പക്കാരുടെ മാതൃകാ പുരുഷനാണ് അദ്ദേഹം. ഇത്രയും യോഗ്യതകളുള്ള ഒരാളെ ഇന്ത്യൻ രാഷ്ട്രീയം അർഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ആദരിക്കുന്ന കാതോർക്കുന്ന തരൂർ കോൺഗ്രസിൽ അപ്രിയനായി മാറുന്നത്? തരൂർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, അഭിപ്രായങ്ങൾ ഒന്നും കാമ്പില്ലാത്തതല്ല. അദ്ദേഹം നുണ പറയുന്നു എന്ന് പോലും ആർക്കും ആരോപണമില്ല. അദ്ദേഹം വർഗീയതയോ ഛിദ്രതയോ ഉണ്ടാക്കുന്ന ഒന്നും പറയുന്നുമില്ല. അവിടെയാണ് തരൂരിൻ്റെ കുശാഗ്ര ബുദ്ധി പതിയിരിക്കുന്നത്. സത്യം മാത്രം പറയുക, പറയുന്നത് ഏത് സാഹചര്യത്തിൽ എന്നത് പരിഗണിക്കാതിരിക്കുക, താൻ ആരെയാണോ ലക്ഷ്യം വയ്ക്കുന്നത് അവരെ പ്രകോപിപ്പിക്കുക. ഇതാണ് തരൂരിൻ്റെ സ്ട്രാറ്റജി. 2006 ബാൻ കി മൂണിനോട് UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ തരൂർ 2007 UNൽ നിന്ന് രാജിവെച്ച് ഇന്ത്യയിലെത്തുകയായിരുന്നു. ദുബൈയിൽ കുറച്ചുനാൾ ഒരു കമ്പനിയിൽ പങ്കാളിയായി 2009 അദ്ദേഹം കോൺഗ്രസിൽ അംഗത്വമെടുക്കുന്നത്. അതേ വർഷം തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു. തുടക്കത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മുതൽക്കൂട്ടായിരുന്നു. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, GCC എന്നിവയുടെ ചുമതലയുള്ള വിദേശകാര്യ സഹമന്ത്രിയായി. ചുമതലയേറ്റ് 2 മാസം കഴിയുമ്പോഴേക്ക് അദ്ദേഹം വിവാദ നായകനായി മാറി. വിമാനത്തിലെ എക്കണോമി ക്ലാസ്സിനെ കാറ്റിൽ ക്ലാസ് എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ഇംഗ്ലീഷിൽ അത് സാധാരണ പ്രയോഗമാണെന്നും എക്കണോമി ക്ലാസ് യാത്രക്കാരെ ആക്ഷേപിച്ചതല്ലെന്നുമൊക്കെ വിശദീകരിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ആ പ്രയോഗത്തിൽ മാപ്പ് പറയേണ്ടി വന്നു. തരൂർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. രണ്ടാം UPA സർക്കാർ ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി മന്ത്രിമാരുടെ ചെലവ് കുറയ്ക്കുന്ന സമയമാണത്.
ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് കാറ്റിൽ ക്ലാസ്സിൽ യാത്ര ചെയ്യുമോ എന്ന് ചോദിച്ചു. ലൈബീരിയയിലായിരുന്ന തരൂർ എക്കണോമി ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ചിത്രം ട്വീറ്റ് ചെയ്തു. ഇൻ കാറ്റിൽ ക്ലാസ് ഔട്ട് ഓഫ് സോളിഡാരിറ്റി വിത്ത് ഓൾ അവർ ഹോളി കൗസ്. ഇതായിരുന്നു ട്വീറ്റ്. ഇതിലെ ഹോളി കൗ എന്ന പരാമർശവും വിവാദമായി. വിമർശകരെ ഹോളി കൗ എന്ന് വിളിക്കുന്നത് അപമര്യാദയൊന്നുമല്ല. പക്ഷേ ഇന്ത്യയിലുള്ളവർ ബഹുഭൂരിഭാഗവും എക്കണോമി ക്ലാസ് യാത്രക്കാരാണ് എന്നത് തരൂർ പരിഗണിച്ചില്ല. ഒരുപക്ഷെ യൂറോപ്പിലോ അമേരിക്കയിലോ ഒരു കൊച്ചു തമാശയായി മാറാവുന്ന പരാമർശമാണ് തരൂരിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത്. കോണ്ടെക്സ്റ്റ് പ്രധാനമാണ്. 2 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത വിവാദം. തരൂരും വിദേശകാര്യമന്ത്രിയായ എസ് എം കൃഷ്ണയും താമസിക്കുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് എന്ന വാർത്ത വരുന്നു. ഇരുവരുടെയും ഔദ്യോഗിക വസതികൾ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഇത് എന്നായിരുന്നു വിശദീകരണം. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കിയാണ് തങ്ങൾ താമസിക്കുന്നതെന്ന് ഇരുവരും വിശദീകരിച്ചു. എന്നാൽ അന്നത്തെ ധനകാര്യമന്ത്രി പ്രണബ് മുഖർജി ഇരുവരോടും ചെക്കൗട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. സർക്കാർ ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമായിരുന്നതിനാൽ ആ വിവാദം സർക്കാരിന് നാണക്കേടായി മാറിയിരുന്നു. തരൂർ വല്ല തെറ്റും ചെയ്തു? ഇല്ല. സ്വന്തം പണം മുടക്കി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചാൽ എന്താണ്? ന്യായമായ ചോദ്യമാണ്. പക്ഷേ മൗര്യ ഷെറാട്ടണിലും താജിലുമൊക്കെ താമസിച്ച് തങ്ങളെ ഭരിക്കുന്ന മന്ത്രിമാരെക്കുറിച്ച് ഇന്ത്യക്കാർ എന്ത് കരുതും എന്നായിരുന്നു കോൺഗ്രസിൻ്റെ പ്രശ്നം. അത് പക്ഷേ തരൂരിൻ്റെ പ്രശ്നമായിരുന്നില്ല, കോൺഗ്രസിൻ്റെ മാത്രം പ്രശ്നമായിരുന്നു. കോണ്ടെക്സ്റ്റ് പ്രധാനമാണ്. വീണ്ടും ഒരു ഹോളി കൗ പ്രയോഗം വിവാദമായി. ആ വാക്കായിരുന്നില്ല പ്രശ്നം. വാൾമാർട്ട് ഇന്ത്യയിൽ നിക്ഷേപത്തിനൊരുങ്ങുന്ന സമയം. റീറ്റെയിൽ സെക്ടറിലെ വിദേശ നിക്ഷേപം വലിയ രാഷ്ട്രീയ വിവാദമായിരുന്ന സമയത്താണത്. ഭാഗികമായി മാത്രം വിദേശ നിക്ഷേപം അനുവദിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. തരൂരാകട്ടെ പൂർണ്ണ വിദേശ നിക്ഷേപത്തെ പിന്തുണയ്ക്കുന്നയാളും. വിമർശകരെ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ഹോളി കൗസ് എന്ന് വിളിച്ചു. സംഗതി വിവാദമായി. പ്രശ്നം ഹോളി കൗ എന്ന വാക്കല്ല. വളരെ ശ്രദ്ധയോടെ കോൺഗ്രസ് റീറ്റെയിൽ രംഗത്തെ വിദേശ നിക്ഷേപം കൊണ്ടുവരുമ്പോൾ വിമർശകരെ പ്രകോപിപ്പിക്കുന്ന പ്രയോഗം നടത്തിയതാണ് പ്രശ്നം. ഇന്ത്യയിൽ റീറ്റെയിൽ രംഗത്തുള്ള ചെറുകിട വ്യാപാരികൾ അന്ന് UPA സർക്കാരിനെതിരെ സമരരംഗത്താണ്. അറച്ചറച്ച് ഉദാരീകരണം കൊണ്ടുവരുന്ന കോൺഗ്രസിനോടുള്ള ഫ്രസ്ട്രേഷനും ആ പ്രസ്താവനയിൽ നിഴലിക്കുന്നുണ്ട്. കോണ്ടെക്സ്റ്റ് ഇവിടെയും പ്രധാനമാണ്. അധികാരമേറ്റ് 1 വർഷം തികയുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ രാജിയിൽ കലാശിച്ച IPL വിവാദം വരുന്നു. തരൂരിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച വിവാദമായിരുന്നു അത്. IPL കൊച്ചി ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയുള്ള ശ്രമത്തിൽ തരൂർ തൻ്റെ സുഹൃത്തായ സുനന്ദ പുഷ്കറിന് വിയർപ്പോഹരി ലഭിക്കാൻ അധികാര ദുർവിനിയോഗം നടത്തിയെന്നായിരുന്നു BJPയുടെ ആരോപണം. ക്രിക്കറ്റ് കമ്പക്കാരനായ തരൂർ കൊച്ചി കേന്ദ്രീകരിച്ച് ഒരു ടീം വരുന്നതിനെ പിന്തുണച്ചിരുന്നു എന്നത് ശരിയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ച സുനന്ദ പുഷ്കർ അന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി എന്നതും ശരിയാണ്. പക്ഷേ അധികാര ദുർവിനിയോഗം എന്ന BJP ആരോപണം മാത്രം ശരിയായിരുന്നില്ല. ക്രിക്കറ്റ്, സ്ത്രീ സുഹൃത്ത്, വിയർപ്പോഹരി തുടങ്ങിയ വാക്കുകൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള വാർത്താമൂല്യമായിരുന്നു പ്രശ്നം. തരൂരിന് രാജിവെക്കേണ്ടി വന്നു. അന്വേഷണത്തിൽ തരൂർ കുറ്റവിമുക്തനാക്കപ്പെട്ടു. 2012 അദ്ദേഹം മാനവ വിഭവശേഷി സഹമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ തരൂരിൻ്റെ ജീവിതം തന്നെ അതോടെ മാറി മറിയുകയായിരുന്നു. 2014 സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ ഹോട്ടൽ റൂമിൽ കണ്ടെത്തി. അതേ വർഷം നരേന്ദ്രമോദി അധികാരത്തിലുമെത്തി. ഇതുവരെ തരൂർ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നടത്തിവന്ന പരാമർശങ്ങളും ട്വീറ്റുകളുമൊക്കെയാണ് പാർട്ടിയെ വെട്ടിയിലാക്കിയിരുന്നത്. അക്കാലത്ത് മന്ത്രിമാരുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ കോൺഗ്രസ് നിയന്ത്രണം കൊണ്ടുവന്നു. തരൂർ തന്നെയായിരുന്നു പ്രധാന ഉന്നം. എന്നാൽ 2014 മോദി അധികാരത്തിലെത്തിയതോടെ തരൂർ മറ്റൊരു രീതിയിൽ കോൺഗ്രസിന് തലവേദനയാവാൻ തുടങ്ങി. മോദി അധികാരമേറ്റെടുത്ത ഉടൻ തരൂരിൻ്റെ ഒരു ട്വീറ്റ് നോക്കുക. 211 സീറ്റുകളുമായി നമ്മൾ ഒരു ദുർബല സർക്കാരായിരുന്നു. 44 സീറ്റുകളുമായി നമ്മൾ ശക്തമായ പ്രതിപക്ഷമായി മാറും. മോദി അധികാരത്തിലെത്തിയ ഉടൻ പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു സ്വച്ഛ ഭാരത് അഭിയാൻ. ഗാന്ധി ജയന്തി ദിനത്തിലായിരുന്നു മോദി ചൂലെടുത്ത് തൂക്കുന്ന ചിത്രവുമായി പദ്ധതി പ്രഖ്യാപിച്ചത്. ഉടൻ തന്നെ പദ്ധതിയെ പുകഴ്ത്തി തരൂർ. ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അലോസരമായി. തിരുവനന്തപുരത്ത് BJPയോട് മത്സരിച്ചാണ് തരൂർ ജയിച്ചത് എന്ന് കേരളത്തിലെ കോൺഗ്രസുകാർ ഓർമ്മിപ്പിക്കുക മാത്രമല്ല ഹൈക്കമാൻഡിന് പരാതിയും നൽകി. തരൂർ അവിടെയും നിർത്തിയില്ല. സ്വച്ഛ ഭാരത് അഭിയാൻ പദ്ധതിയുടെ അംബാസഡറായി മോദി തരൂരിനെ കൂടി ഉൾപ്പെടുത്തി. മോദിക്ക് നന്ദി പറഞ്ഞ് തരൂർ ട്വീറ്റ് ചെയ്തു. അന്ന് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവാണ് തരൂർ. പാർട്ടി തരൂരിനെ പാർട്ടി വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി. കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി ചൂലുമെടുത്തിറങ്ങിയ മോദിയെ പുകഴ്ത്തുന്ന തരൂരിന് ഇന്ത്യൻ രാഷ്ട്രീയം 5 കൊല്ലമായിട്ടും മനസ്സിലാകാത്തതായിരുന്നില്ല പ്രശ്നമെന്ന് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലായി. കോണ്ടെക്സ്റ്റ് മാത്രമല്ല, ഇനി മുതൽ തരൂരിൻ്റെ ഇൻറ്റൻഷനും പ്രധാനമാണ്. മോദിയെ പ്രൈം അസറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. മോദിയുടെ എനർജിയും ഡൈനാമിസവും പുകഴ്ത്തുന്നു. ഏത് മോദിയെ? തരൂരിനെയും സുനന്ദ പുഷ്കറേയും ലക്ഷ്യം വെച്ച് 50 കരോഡ് കാ ഗേൾഫ്രണ്ട് എന്ന പച്ച അശ്ലീലം പ്രസംഗിച്ച മോദിയെ. 2012 ഹിമാചൽ പ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു മോദി
IPL വിവാദം പരാമർശം നടത്തിയ പ്രസംഗം. മഹാത്മാഗാന്ധിയെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള BJPയുടെ വിദഗ്ധമായ ശ്രമമായിരുന്നു UPA കാലത്തെ നിർമ്മൽ ഭാരത് അഭിയാൻ എന്ന പദ്ധതിയുടെ പേര് മാറ്റി പ്രഖ്യാപിച്ച സ്വച്ഛ ഭാരത് അഭിയാൻ. ഗാന്ധിയുടെ ചിത്രവും ചൂല് പിടിച്ചു നിൽക്കുന്ന മോദിയുടെ ചിത്രവും ഉപയോഗിച്ച് BJP നടത്തിയ വിദഗ്ധമായ PR വർക്ക്. ആ വർഷം 500 കോടി രൂപയാണ് ആ പദ്ധതിയുടെ പരസ്യം എന്ന പേരിൽ പൊതുഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ച് മോദിയുടെ ചിത്രം പ്രചരിപ്പിച്ചത്. പദ്ധതിയുടെ പേരിൽ പണിത കക്കൂസുകളിൽ 40% ഉപയോഗയോഗ്യമല്ലെന്നും കക്കൂസുകളിൽ വെള്ളം കിട്ടുന്നില്ലെന്നും 2016 കണ്ടെത്തിയത് CAG ആണ്. 2 വർഷം കൊണ്ട് തരൂർ തന്നെ പദ്ധതിയുടെ വിമർശകനായി മാറി. കോൺഗ്രസ് ആ വിഷയം അപ്പോഴേക്കും വിട്ടിരുന്നു. തരൂരാകട്ടെ ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവലിലും പാർലമെന്റിലെ ബജറ്റ് പ്രസംഗത്തിലും സ്വച്ഛ ഭാരത് അഭിയാനെതിരെ ആഞ്ഞടിച്ചു. ഇതിനകം കോൺഗ്രസിന് അക്കാര്യത്തിൽ തരൂർ വലിയ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. നോട്ട് നിരോധനം നടന്ന സമയം ശശി തരൂർ കോൺഗ്രസിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടായത് ആ വർഷമാണ്. നോട്ട് നിരോധനത്തിനെതിരെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ രേലിൽ നിന്ന് അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും ആഞ്ഞടിച്ചു. അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങളിൽ പോലും വിഷയത്തിൽ തരൂരിന്റെ ലേഖനങ്ങൾ വന്നു. ഒരിക്കൽ പോലും അദ്ദേഹം കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിൽ നിന്ന് അക്കാര്യത്തിൽ വ്യതിചലിച്ചില്ല. 2018 സുനന്ദ പുഷ്കറുടെ മരണം ആത്മഹത്യയാണെന്ന് ഡൽഹി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. കൊലപാതകമാണെന്നും അന്വേഷണം വേണമെന്നും അതുവരെ BJP നേതാക്കൾ മുറവിളി കൂട്ടുന്ന സമയം ആത്മഹത്യാ കേസിൽ പ്രേരണാക്കുറ്റത്തിന് ഡൽഹി പോലീസ് തരൂരിനെ പ്രതി ചേർത്തു. അതേ വർഷമാണ് തരൂർ വൈ ആം എ ഹിന്ദു എന്ന പുസ്തകം പുറത്തിറക്കിയത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കാലത്ത് ഹിന്ദു മതത്തെ ഹിന്ദുത്വത്തിൽ നിന്ന് വേർതിരിക്കുന്ന മികച്ച ഒരു കൃതിയായി അത് വാഴ്ത്തപ്പെട്ടു. അതേ വർഷം തിരുവനന്തപുരത്തെ ഒരു പരിപാടിയിൽ BJP കേവല ഭൂരിപക്ഷത്തിൽ ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ഹിന്ദു പാകിസ്ഥാനാകുമെന്ന് തരൂർ പ്രസംഗിച്ചു. തൊട്ടടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കോൺഗ്രസ് മൗനം പാലിച്ചു. BJP ഈ പരാമർശം ഉപയോഗിച്ച് കോൺഗ്രസ് ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് എന്ന് പ്രചരിപ്പിച്ചു. നേതാക്കൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് തരൂരിനെ പരാമർശിക്കാതെ കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. താൻ പരാമർശം പിൻവലിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്യില്ലെന്ന് തരൂർ പ്രഖ്യാപിച്ചു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതൊന്നുമല്ല ചർച്ചയായത്. പുൽവാമ ഭീകരാക്രമണമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിച്ചത്. 2019 കോൺഗ്രസിന്റെ പരാജയവും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പിന്മാറ്റത്തോടെയും കോൺഗ്രസിൽ രൂപം കൊണ്ട വിമത നേതാക്കളുടെ ഗ്രൂപ്പിൽ തരൂർ ഇടം പിടിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച് തോറ്റതോടെ തരൂർ കോൺഗ്രസ് വിമർശനത്തിൽ ഒരു മയവും കാട്ടിയില്ല. G23 ഗ്രൂപ്പിലെ ഗുലാം നബി ആസാദും കപിൽ സിബലുമൊക്കെ പാർട്ടി വിട്ടപ്പോഴും തരൂർ പാർട്ടിയിൽ തന്നെ തുടർന്നു. പാർട്ടി വിട്ട സിബലിനേക്കാളും ഗുലാം നബി ആസാദിനേക്കാളും കോൺഗ്രസിന് ഭീഷണിയായി തരൂർ മാറുന്നതാണ് പിന്നീട് കണ്ടത്. അടിയന്തരാവസ്ഥാ വിമർശനം മുതൽ കുടുംബാധിപത്യ വാഴ്ചയ്ക്കെതിരെയുള്ള ലേഖനം വരെ കോൺഗ്രസിനെ തരൂർ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇടക്കാലത്ത് കേരളത്തിൽ സജീവമാകാനുള്ള ശ്രമത്തിന് കേരളത്തിലെ നേതാക്കൾ തന്നെ തടയിട്ടു. തരൂർ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുന്നു എന്നായിരുന്നു അക്കാലത്തെ പ്രചാരണം. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും അതേ തുടർന്നുള്ള വിദേശ നയതന്ത്ര നീക്കവും തരൂരും കോൺഗ്രസും വ്യത്യസ്ത വഴികളിലാണ് എന്ന് തെളിയിച്ചു. മോദിയുടെ ട്രംപുമായുള്ള കൂടിക്കാഴ്ച വൻ വിജയമായിരുന്നുവെന്ന് വരെ തരൂർ പ്രശംസിച്ചു. ഇന്ത്യ പാക് വെടിനിർത്തലിലും ഇന്ത്യയുടെ ചൈന നയതന്ത്രത്തിലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കേന്ദ്ര സർക്കാരിനെ നിർത്തിപ്പൊരിച്ചപ്പോൾ തരൂർ മൗനം പാലിക്കുക മാത്രമല്ല, ഒരു സർക്കാർ വക്താവിനെ പോലെ തന്നെ തരൂർ രംഗത്തെത്തി. രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് എന്ന വലതുപക്ഷ ട്രോളുകളുടെ ടാഗ് ലൈൻ തരൂർ ഏറ്റെടുത്തു. ഇതുവരെ കോൺഗ്രസ് സ്വീകരിച്ച തന്ത്രം തരൂരിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുക എന്ന അടവാണ്. തരൂർ ഇച്ഛിക്കുന്നതും അതുതന്നെയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാതെ അതേ പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിയെ വിമർശിക്കുക, ആ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരായ നിലപാട് സ്വീകരിക്കുക. കോൺഗ്രസിനെ കുടുംബാധിപത്യ പാർട്ടിയായി വിശേഷിപ്പിക്കുന്നതിനെതിരെ KC വേണുഗോപാൽ പരസ്യമായി പ്രതികരിച്ചിരിക്കെ ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്: തരൂർ കോൺഗ്രസിൽ ഇനി എത്ര നാൾ?